ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള കിളിക്കൂട് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 3 സവാള എടുത്ത് ചെറുതാക്കി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 300 ഗ്രാം ബീഫ് എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. കണ്ടില്ലേ, ഒരു പരുവത്തിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരച്ചേട്ടാ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ മുളകും പൊടിയോ കുറച്ച് കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നമ്മളുടെ ബീഫും മസാലയൊക്കെ കൂടിയിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പശുവും പാലും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സേമിയയാണ് എടുത്തിട്ടുള്ളത്, റോസ്റ്റ് ചെയ്ത സേമിയയാണ് കേട്ടോ. പിന്നെ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ മറ്റേ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, മുട്ട ഒട്ടും കാണാത്ത വിധത്തിൽ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് മുട്ട വെച്ചിട്ട് മുട്ട ഒട്ടും കാണാത്ത വിധത്തിൽ അതിനൊന്ന് ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് നമ്മളെ കയ്യിൽ വെച്ച് ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. അപ്പം അങ്ങനെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചില്ലേ മുട്ടയും പാലും കൂടിയും ചെയ്ത് വെച്ചാൽ ഇതിൽ മുക്കി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മളുടെ സേമിയയിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കണേ. നല്ലപോലെ ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ സേമിയോലി ചെയ്തതിനേലും ഇഷ്ടം തോന്നിയത് ഇങ്ങനെ ചെറിയ സേമിയോലി ചെയ്തപ്പോഴാണ് കേട്ടോ. ഞാനങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മളുടെ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചും മറിച്ചു വന്നിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഇതിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത് കേട്ടോ. ഭയങ്കരമായിട്ട് തീയൊന്നും കൂട്ടിയിടരുത്. അതായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അത് ഞാൻ ബാക്കിയുള്ള ബോളുകളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ആയി വന്നപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.